തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽക്കോണത്ത് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്നാണ് പരാതി. ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയാണ് കാണാതായത്. ബാലരാമപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ കുട്ടിയെ എപ്പോഴാണ് കാണാതായത്? കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഒരു അതീവ ദുഃഖകരമായ വാർത്തയാണ്. കാരണം കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഈ വീടിന് സമീപത്തുള്ള കിണറ്റിൽ നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ ഇൻക്വസ്റ്റ് പരിശോധനകളൊക്കെ തന്നെ ഇവിടെ വീട്ടിന് സമീപത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാലരാമപുരത്ത് നിന്ന് ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. അവിടെയാണ് ഈ അതീവ ദാരുണമായ സംഭവം. ഇപ്പോൾ സ്ഥലത്ത് MLAയും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര DYSP അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. നെയ്യാറ്റിൻകര DYSP കൂടി ഉണ്ട്. ഏതായാലും ഇൻക്വസ്റ്റ് നടക്കുകയാണ്. ഏതായാലും ഒരു ദുരൂഹതകൾ അക്കാര്യത്തിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. 2.5 വയസ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞ്. ഈ കാണുന്നതാണ് വീട്. ഇതാണ് വീടിന്റെ അടുക്കള എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇതിന് സമീപത്ത് ഈ വീടിന് തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു തീപിടുത്തമുണ്ടായി. അതിനുശേഷം അത് അണയ്ക്കുന്നതിന് വേണ്ടി വീട്ടുകാരെല്ലാം തന്നെ എഴുന്നേറ്റു. അപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം ഒക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. ഈ തീ പിടിക്കുന്ന സമയത്ത് കുഞ്ഞിനൊപ്പം കുഞ്ഞിന്റെ അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സംസാരിച്ച ആൾ പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന്റെ അച്ഛൻ പിന്നീട് പ്രതികരണങ്ങളൊന്നും നടത്തിയില്ലേ? കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ സാധിക്കില്ലേ? കാരണം അച്ഛന്റെ ഒപ്പം ആയിരുന്നില്ലേ കുഞ്ഞ് അവസാന നിമിഷം ഉണ്ടായിരുന്നത് എന്നുള്ളതല്ലേ അറിയാൻ കഴിയുന്നത്? ജയലക്ഷ്മി, ഏതായാലും അക്കാര്യത്തിലൊക്കെ തന്നെ ഇനി വിശദമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. അതെല്ലാം ഈ ഒരു ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷമായിരിക്കും പോലീസ് അക്കാര്യത്തിലേക്കൊക്കെ തന്നെ നീങ്ങുക.